ഓണത്തിന് സ്വർണം വാങ്ങാൻ കാത്തിരുന്നവർക്ക് വലിയ തിരിച്ചടിയാണ് കേരളത്തിൽ വിപണിയിൽ വീണ്ടും ഉണ്ടായിരിക്കുന്നത്. സ്വർണ്ണവില തുടർച്ചയായി ഉയരുകയാണ്. അന്താരാഷ്ട്ര വിപണിയിൽ സ്വർണ്ണവില ഉയർന്നതിന്റെ പ്രതിഫലനമാണ് കേരളത്തിലും കാണുന്നത്. കഴിഞ്ഞ 4 ദിവസത്തിനിടെ കേരളത്തിൽ 1 പവൻ സ്വർണത്തിന് 6000 രൂപയുടെ വർധനവുണ്ടായി. കഴിഞ്ഞ 17 ദിവസത്തെ കണക്കെടുത്താൽ വില വർധന ഏകദേശം 14000 രൂപയാണ്. 103 ദിവസത്തിനിടയിലെ ഏറ്റവും ഉയർന്ന നിരക്കിലാണ് നിലവിൽ കേരളത്തിലെ സ്വർണ്ണ വ്യാപാരം നടക്കുന്നത്. 22 ക്യാരറ്റ് സ്വർണത്തിന് 1 ഗ്രാമിന് 10030 രൂപയാണ് വില. ഇത് 14950 രൂപയായിരുന്നു. 8 ഗ്രാം വരുന്ന 1 പവന്റെ വില 1,19,600 രൂപയിൽ നിന്ന് 640 രൂപ ഉയർന്ന് 1,20,240 രൂപയിലെത്തി. എന്നാൽ ആഭരണം വാങ്ങുമ്പോൾ പവന്റെ വില മാത്രം കണക്കാക്കിയാൽ മതിയാകില്ല. പണിക്കൂലിയും ചരക്ക് സേവന നികുതിയും ഉൾപ്പെടുമ്പോൾ 1 പവൻ ആഭരണത്തിന് നൽകേണ്ട തുക 1.30 ലക്ഷം രൂപയ്ക്കും മുകളിലേക്ക് പോകാം. ആഭരണത്തിന്റെ രൂപകൽപ്പനയും പണിക്കൂലിയും അനുസരിച്ച് അന്തിമ വിലയിൽ വ്യത്യാസമുണ്ടാകും. 18 ക്യാരറ്റിനും വില ഉയരുന്നു. 22 ക്യാരറ്റ് സ്വർണ്ണവില കുതിച്ചതോടെ കുറഞ്ഞ വിലയിൽ ആഭരണം വാങ്ങാൻ പലരും 18 ക്യാരറ്റിലേക്ക് മാറിയിരുന്നു. എന്നാൽ ഇപ്പോൾ 18 ക്യാരറ്റിനും വില ഉയർന്നിരിക്കുകയാണ്. 1 ഗ്രാമിന് 12350 രൂപയും 1 പവന് 98,800 രൂപയുമാണ് നിലവിലെ വില. 18 ക്യാരറ്റ് സ്വർണത്തിന്റെ പവൻ വില 1 ലക്ഷത്തിനടുത്ത് എത്തിയതോടെ കുറഞ്ഞ ബജറ്റിൽ ആഭരണം വാങ്ങാനുള്ള അവസരവും ചുരുങ്ങുകയാണ്. 14 ക്യാരറ്റ് 9 ക്യാരറ്റ് വിഭാഗങ്ങളുള്ള ആഭരണങ്ങളും വിപണിയിൽ ലഭ്യമാണ്. കുറഞ്ഞ ബജറ്റിൽ വാങ്ങുന്നവർക്ക് ഇവ പരിഗണിക്കാമെങ്കിലും ശുദ്ധതയും പുനർവിൽപ്പന മൂല്യവും പരിശോധിക്കേണ്ടതുണ്ട്. ആഗോള ഭൗമരാഷ്ട്രീയ സാഹചര്യങ്ങളാണ് ഇപ്പോഴത്തെ വിലക്കയറ്റത്തിലെ പ്രധാന ഘടകങ്ങളിലൊന്ന്. പശ്ചിമേഷ്യയിലെ സംഘർഷം കൂടുതൽ രൂക്ഷമാകാനുള്ള സാഹചര്യമുണ്ട്. ഇറാനെതിരെ കടുത്ത സാമ്പത്തിക ഉപരോധങ്ങൾ ഏർപ്പെടുത്തുമെന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മുന്നറിയിപ്പ് ആഗോള വിപണിയിലെ അനിശ്ചിതത്വം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഇറാൻ ശക്തമായി തിരിച്ചടി നൽകുകയാണെങ്കിൽ സംഘർഷം കൂടുതൽ രൂക്ഷമായേക്കും. ഇതോടെ ക്രൂഡ് ഓയിൽ വിലയിൽ വലിയ ചാഞ്ചാട്ടമുണ്ടാകാനും പണപ്പെരുപ്പ ഭീഷണി ശക്തമാകാനും സാധ്യതയുണ്ട്. സാമ്പത്തികവും രാഷ്ട്രീയവുമായ അനിശ്ചിതത്വം വർദ്ധിക്കുമ്പോൾ സുരക്ഷിത നിക്ഷേപം എന്ന നിലയിൽ സ്വർണത്തിലേക്ക് നിക്ഷേപകർ തിരിയുന്നത് സാധാരണമാണ്. അമേരിക്കൻ ഫെഡറൽ റിസർവിന്റെ പലിശ നിരക്ക് സംബന്ധിച്ച നിലപാടും സ്വർണ്ണവിലയ്ക്ക് നിർണായകമാണ്. പണപ്പെരുപ്പം നിയന്ത്രിക്കാൻ പലിശ നിരക്ക് ഉയർത്തുകയാണെങ്കിൽ ഡോളറിന് ശക്തി ലഭിക്കുകയും സ്വർണത്തിന് സമ്മർദ്ദമുണ്ടാവുകയും ചെയ്യാം. മറുവശത്ത് പലിശ കുറയ്ക്കാനുള്ള സൂചനകൾ ലഭിച്ചാൽ സ്വർണത്തിന് കൂടുതൽ പിന്തുണ ലഭിക്കാം. അതിനാൽ ഡോളറിന്റെ മൂല്യം, അമേരിക്കയിലെ പണപ്പെരുപ്പ കണക്കുകൾ, ക്രൂഡ് ഓയിൽ വില, പശ്ചിമേഷ്യയിലെ സംഘർഷം എന്നിവ വരും ദിവസങ്ങളിൽ ശ്രദ്ധിക്കേണ്ടതാണ്. നിലവിലെ സാഹചര്യത്തിൽ 1 പവൻ സ്വർണം ഉടൻ 1 ലക്ഷം രൂപയ്ക്ക് താഴേക്ക് വരാനുള്ള സാധ്യത കുറവാണെന്നാണ് വിപണി വിലയിരുത്തൽ. അന്താരാഷ്ട്ര വിപണിയിൽ ഔൺസിന് വില $4,400 താഴേക്കിടിഞ്ഞാൽ $4,300 മേഖലയിലേക്ക് തിരുത്തലുണ്ടാകാം. എന്നിരുന്നാലും അത്തരമൊരു സാഹചര്യത്തിലും കേരളത്തിൽ 1 പവൻ സ്വർണ്ണവില ഏകദേശം 1.15 ലക്ഷം രൂപയ്ക്ക് സമീപം തുടരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് സമീപഭാവിയിൽ 1 ലക്ഷം രൂപയ്ക്ക് താഴെ പവൻ സ്വർണം ലഭിക്കുമെന്ന പ്രതീക്ഷ യാഥാർത്ഥ്യമാകാൻ സാധ്യത കുറവാണ്. ഓണത്തിന് ആഭരണം വാങ്ങുന്നവർ ദിവസേനയുള്ള വിലമാറ്റം, പണിക്കൂലി, നികുതി, അന്തിമ ബിൽ എന്നിവ കണക്കിലെടുത്ത് തീരുമാനമെടുക്കുന്നതാകും ഉചിതം. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.